ഹലോ ആൻഡ് വെൽക്കം ടു ചിന്താവിഷ്ടയായ അമോഖയുടെ ഇന്നത്തെ വ്ളോഗ്. ഒരു കാലത്ത് ഞാൻ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ വളരെ സീരിയസ് ആയിരുന്നു. ഇപ്പം അല്ലെന്നല്ല, ഇപ്പോഴും ആണ്. പക്ഷെ പഴയ ആ ഒരു ഞാൻ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഓർത്ത് വെച്ച് വിഷ് ചെയ്യും. ഒരു ചെറിയ അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്ത് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ആരെങ്കിലും പുതിയ ജോലി തുടങ്ങിയാൽ അല്ലെങ്കിൽ പുതിയ ഒരു കോഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ വിഷ് ചെയ്യും. അവരുടെയൊക്കെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ അന്വേഷിക്കും. അവരുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ക്യാച്ചപ്സ് സെറ്റപ്പ് ചെയ്യും. എപ്പോഴും ഒരു ഐ വുഡ് ബി ഇൻ ടച്ച് സംഹൗ. അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നത് കോണ്ടാക്റ്റിലിരിക്കുക, നമ്മുടെ ആ ഒരു പ്രസൻസ് കാണിക്കുക, അതൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. ഒരു പരിധിവരെ അത് സത്യവുമാണ് അല്ലേ. നമ്മൾ പ്രസൻ്റ് ആയിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളവർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഫാമിലിക്കുമൊക്കെ നമ്മൾ പ്രസൻ്റ് ആയിരിക്കുക എന്നുള്ളത് വലിയ ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഐ കെപ്റ്റ് ഓൺ നോക്കിംഗ്, ലൈക്ക് നോക്ക്, ഞാനിവിടെയുണ്ട്, നിങ്ങളവിടെയുണ്ടോ, ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻ്റനൻസ് ആയിരുന്നു അന്നത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ യു നോ വാട്ട് ഹാപ്പൻസ് ഇൻ ലൈഫ്, റൈറ്റ്? ജീവിതം അങ്ങനെ സംഭവിക്കും. ലൈഫ് ഹാപ്പൻസ് ആൻഡ് പല ഡിഫിക്കൽട്ട് ഫേസസ് വന്നു. തിരക്കുകൾ കൂടി, കുടുംബം കാര്യങ്ങളും ഒക്കെ ആയി ഒരുപാട് തിരക്കിൽ വന്നുപെട്ട് പേഴ്സണൽ സെനാരിയോസൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു സമയം കണ്ടെത്താൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ട് ഫേസ് വന്നു. ഈവൻ എൻ്റെ ആ ഒരു ഹെഡ് സ്പേസ്, ഒരു മെൻ്റൽ ബാൻഡ്വിഡ്ത്ത് പോലും ഫുള്ളായിരുന്ന സമയങ്ങൾ. ഒരു എഫേർട്ട് എടുത്ത് എപ്പോഴും കണക്ട് ചെയ്ത് എല്ലാവരെയും കാണാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ ഒന്നും ഉള്ള ഒരു ബാൻഡ്വിഡ്ത്ത്, ഒരു സാവകാശം ഇല്ലാതെ ആവുന്ന ഒരു സമയം വന്നു. ബട്ട് അപ്പോഴാണ് ഞാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് തിങ് നോട്ടീസ് ചെയ്തത്. ഞാൻ വിളിക്കാതെ ആയപ്പോൾ ചില ആളുകൾ എന്നെ വിളിക്കുന്നതും അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഒക്കെ കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തി. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസമൊക്കെ ഞാൻ വിചാരിച്ചു അവരും ബിസി ആയിരിക്കും അല്ലേ. അങ്ങനെ ഇരിക്കെ 1-2 ആളുകളെ ഞാൻ വിളിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ലോങ് ഗ്യാപ്പ് വന്നു. അവരുടെ ഒരു വിവരവുമില്ല. സോ വിളിച്ചെന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അമോഖ എവിടെയായിരുന്നു ഇത്രയും നാളും? ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ ഒന്നും അമോഖ ഓർക്കുന്ന പോലും ഇല്ലായിരുന്നല്ലോ. ഞാനപ്പോൾ ലിറ്ററലി വിചാരിക്കുകയാണ്, ദൈവമേ, കാണാതായ മനുഷ്യരെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വിളിച്ചപ്പോൾ എനിക്കിട്ട് ഈ ക്വസ്റ്റ്യനോ? വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ ഒരു ഫോൺ ഇല്ലായിരുന്നോ? ഞാൻ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? അറ്റ്ലീസ്റ്റ് വൺസ് ഡിഡ് യു കോൾ മീ ആൻഡ് ആസ്ക് മീ ഇഫ് ഐ വാസ് ഫൈൻ, ഇഫ് ഐ വാസ് ഡൂയിങ് ഓക്കെ? എന്തൊരു ഫണ്ണി കോൺട്രഡിക്ഷനാണ് അല്ലേ. ഒരുപാട് കാലം വിളിക്കാതിരുന്ന ഒരാളെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുന്ന ഈ ചോദ്യം, എന്നെ മറന്നോ എന്ന്. ഈ ഓർമ്മയുള്ളത് കൊണ്ടല്ലേ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നിങ്ങളെ ഞാൻ വിളിച്ച് ചോദിക്കുന്നത് നിങ്ങളവിടെ ഉണ്ടോ എന്നുള്ളത്. എൻ്റെ അടുത്ത് തിരിച്ച് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കാനുള്ള ഒരു ഗട്ട്സ് എങ്ങനെ വന്നു? ആക്ച്വലി അതല്ലേ എൻ്റെ ക്വസ്റ്റ്യൻ. ചില റിലേഷൻഷിപ്സിൽ നിന്ന് ഞാൻ ഡിസപ്പിയർ ആയപ്പോൾ, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമില്ലാതായപ്പോൾ അവരും എൻ്റെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആയി. ആദ്യമൊക്കെ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു അത്. കാരണം നമ്മൾ വിചാരിക്കും, ഇത്രയും വർഷത്തെ ഒരു ബന്ധമല്ലേ, ഇത്രയും ഉണ്ടായിരുന്നുള്ളോ? പിന്നെയും ഒരു രീതിയിൽ ഞാൻ ആലോചിച്ചു, മേ ബി ഐ വാസ് നോട്ട് ലൂസിങ് റിലേഷൻഷിപ്സ്, മേ ബി ഐ വാസ് ഡിസ്കവറിങ് വിച്ച് റിലേഷൻഷിപ്സ് വർ ആക്ച്വലി റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, വെൻ തിങ്സ് ബിക്കം എ 2-way street. ആൻഡ് ഐ മസ്റ്റ് ടോക്ക് അബൌട്ട് ദ പീപ്പിൾ ഹൂ സ്റ്റേഡ്. എൻ്റെ ഓരോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, പക്ഷെ അവർ വിളിച്ചു. ആസ് ഇൻ ഇതുപോലെ ഞാൻ ആ മാസങ്ങൾക്ക് ശേഷം ഒരാളെ കാണാതെ ആവുമ്പോൾ വിളിച്ചു എന്ന് പറഞ്ഞതുപോലെ വലിയ ഡ്രാമയൊന്നും കാണിക്കാതെ ദേ ജസ്റ്റ് ഷോഡ് അപ്പ്. ഒരു പീരിയഡിൽ നമുക്കൊരു ബന്ധം ക്യാരി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ കുറച്ച് സമയം അവർ അത് ക്യാരി ചെയ്തു. അൾട്ടിമേറ്റ്ലി ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, കീപ്പിംഗ് ഇൻ ടച്ച് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് യുവർ കണക്ഷൻ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ 1-way street, റൈറ്റ്? ഞാൻ പറയുന്നില്ലല്ലേ 50-50 ആയിരിക്കണം, ഞാനിടുന്ന അത്രയും എഫേർട്ട് മറ്റേ ആൾ എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ 50-50 ആയിരിക്കില്ല, ഒരു 80-20 ആയിരിക്കാം, 20-80 ആയിരിക്കാം. നമ്മളൊരു ഡിഫിക്കൽട്ട് ഫേസിലാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കുറച്ച് കൂടുതൽ നമ്മുടെ റിലേഷൻഷിപ്പ് ക്യാരി ചെയ്യേണ്ടി വരും. അങ്ങനെ എത്രയോ റിലേഷൻഷിപ്സ് ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊരു ഡിഫിക്കൽട്ട് ഫേസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടി വരും. മേ ബി ആ ഒരു സമയത്ത് എനിക്കൊരു 20%
എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 80% ഇടാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് 20% ഇടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാനിടും 80%. ഐ വിൽ ബി ദെയർ. മനസ്സിലായില്ലേ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു two-way dynamic, that is what is required in a relationship is what I feel. പക്ഷേ ഒരു പെർമനൻറ്റ് ഇംബാലൻസ് വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഒരു 50-50 അല്ലെങ്കിൽ ഒരു 20:80 അല്ലെങ്കിൽ ഒരു 80:20 ഒന്നുമല്ല, ഒരു 100:0 വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ദാറ്റ്സ് നോട്ട് എ ടെമ്പററി ഇംബാലൻസ്, ദാറ്റ്സ് എ പെർമനൻറ്റ് ഇംബാലൻസ്. ഒരാൾ തന്നെ എപ്പോഴും എഫേർട്ട് എടുക്കുന്നു, ആ റിലേഷൻഷിപ്പിനെ റിപ്പയർ ചെയ്ത് എങ്ങനെയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, മറ്റൊരാൾ എപ്പോഴും അതിനെ ഇങ്ങനെ റിസീവ് ചെയ്യുന്നു. സോ ദാറ്റ്സ് എ സ്ട്രേഞ്ച് ഡൈനാമിക്, റൈറ്റ്? ദാറ്റ്സ് നോട്ട് എ റിലേഷൻഷിപ്പ്. അതെന്തോ ഒരു ഷിപ്പാണ്. അതെന്ത് ഷിപ്പാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് മുങ്ങിപ്പോകും. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരും നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്കൂ എന്നല്ല. കാരണം എല്ലാവർക്കും സ്വന്തം ലൈഫ്സ് ഉണ്ട്. ചില ആളുകൾ ദേ ആർ നാച്ചുറലി വെരി പുവർ കമ്മ്യൂണിക്കേറ്റേഴ്സ്. ചില ആളുകൾ വളരെ ഇൻട്രോവേർട്ടഡ് ആണ്. ചിലർ സ്പേസ് കൊടുക്കുന്നതാണ് കെയർ എന്ന് വിചാരിക്കുന്നു. ചിലർ ബിസി ആയിരിക്കും. സോ അങ്ങനെ വിളിക്കാതിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരാളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിസ്ഡ് ക്യാച്ചപ്പ് അല്ലെങ്കിൽ കുറേ മിസ്ഡ് ഫോൺ കോൾസ് കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ബന്ധവും. പക്ഷേ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? നമ്മൾ പിന്നോട്ട് മാറുന്ന ആ അവസ്ഥയിൽ നമ്മളെ അന്വേഷിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ബാൻഡ്വിഡ്ത്ത് ഇല്ലാതെയായി ചെയ്യുന്നത് നിർത്തുമ്പോൾ, ആ ബന്ധം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകുന്നതായി കാണുമ്പോൾ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അല്ലേ? ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വാസ് ഐ ജസ്റ്റ് എ പാർട്ട്ണർ ഓർ വാസ് ഐ ലൈക്ക് എ കെയർ ടേക്കർ? ഇത് ഒരു 100% റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഫോർ മീ? ആൻഡ് ദെൻ ദർ ആർ ദീസ് ഫ്രണ്ട്ഷിപ്സ്, കേട്ടോ. ചില റിലേഷൻഷിപ്സ് അവരെ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ സംസാരിക്കില്ല, ഒരു വർഷം സംസാരിക്കില്ല. ബട്ട് വൺ ഫൈൻ ഡേ ഫോൺ എടുത്തിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു വരുന്ന ആ കോൺവെർസേഷന് ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല. ഒരു ദിവസം പോലും കടന്നു പോകാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉള്ള എത്രയോ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവിടെ ഗിൽറ്റില്ല, അവിടെ ഒരു അക്കൗണ്ട് കീപ്പിംഗ് ഒന്നുമില്ല, സ്കോർ കാർഡില്ല, ഡാഷ്ബോർഡില്ല, ഓഡിറ്റില്ല, ഓൺലി കണക്ഷൻ, റൈറ്റ്? അങ്ങനെയുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ് ഉള്ള ഒരാളാണ് ഞാൻ. സോ ഐ ആം ബ്ലെസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിനെ അളക്കുന്നത് എത്ര തവണ സംസാരിക്കുന്നു എന്നതുകൊണ്ടല്ല, എത്ര ഫ്രീക്വൻ്റ്ലി കാണുന്നു എന്നതുകൊണ്ടല്ല, ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തോ കൺഗ്രാജുലേഷൻസ് പറഞ്ഞോ എന്നതുകൊണ്ടൊന്നുമല്ല. ഞാൻ നോക്കുന്നത് ഇത്രമാത്രം: ഞാൻ ഡിസപ്പിയർ ആയാൽ ഈ വ്യക്തി അത് നോട്ടീസ് ചെയ്യുമോ? ഞാൻ സൈലൻ്റ് ആയി പോയാൽ ആ വ്യക്തി എന്നോട് ചോദിക്കുമോ ആർ യു ഓക്കെ എന്ന്? അല്ലെങ്കിൽ എനിക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വരുമ്പോൾ ഈ ബന്ധം സർവൈവ് ചെയ്യുമോ? അതൊക്കെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എല്ലാ റിലേഷൻഷിപ്സും ലൈഫ് ലോങ് ആയിരിക്കണമെന്നില്ല. സം ഓഫ് ദെം ആർ ജസ്റ്റ് ചാപ്റ്റേഴ്സ്. ചിലതൊക്കെ ഒരു ഫേസ് ആണ്, ആൻഡ് ചിലതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് അങ്ങനെ റിമെയിൻ ചെയ്യും. എല്ലാവരുടെയും ലൈഫിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി അറ്റൻഡൻസ് വെക്കണം എന്നൊന്നുമില്ല. സംടൈംസ് സ്റ്റെപ്പ് ബാക്ക്, നോട്ട് ആസ് എ ടെസ്റ്റ്. ആരെയും അങ്ങനെ പണിഷ് ചെയ്യേണ്ട കാര്യമോ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. വെൻ യു തിങ്ക് യു നീഡ് സം സ്പേസ് ഇൻ യുവർ ലൈഫ്, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ആൻഡ് വെൻ യു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ചിലർ പോകും, ചിലർ തിരിച്ചു വരും, ചിലർ നിങ്ങളെ അന്വേഷിക്കും. റിലേഷൻഷിപ്സിനെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് റിലേഷൻഷിപ്സ് അല്ല, അല്ലേ? അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. സോ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റോപ്പ് കോളിംഗ്? ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനമായിട്ട് തന്നെയാണ്. ഇതുപോലെ ഒരു റിമാർക്ക് കേൾക്കാനിടയായി ഞാൻ. യു ആർ ഇഗ്നോറിങ് മീ ഫോർ സോ മെനി മന്ത്സ്, ഐ ഫെൽറ്റ് റിയലി ബാഡ് എന്ന് പറഞ്ഞു. സാധാരണ റെസ്പോണ്ട് ചെയ്യാത്ത ഞാൻ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ ഒരു ചോദ്യം അവളോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. സോ വാട്ട് അബൌട്ട് യു? ഹൗ മെനി ടൈംസ് ഡിഡ് യു കോൾ മീ ആൻഡ് ആസ്ക് മീ ഇഫ് ഐ വാസ് ഓക്കെ? വാട്ട് അബൌട്ട് ദാറ്റ്? ഐ ഓൾസോ ഫെൽറ്റ് ഇഗ്നോർഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ലൈക്ക് കൊലപാതക പ്രവണതയുള്ള നാഗവല്ലിയെയൊക്കെ ഓർമ്മ വരുന്നത് പോലെയുള്ള ഒരു എക്സ്പ്രഷനോടുകൂടി എന്നെ ഒന്ന് നോക്കി. പിന്നെ എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചു. ബട്ട് സ്റ്റിൽ ഇതൊരു ജനറൽ ഡിസീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചത്. ഈ ടോപ്പിക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായി ഷെയർ ചെയ്യൂ. ആൻഡ് ചിന്താവിഷ്ടയായ അമോഘ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.
താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ബൈ.